നമസ്കാരം. ചിത്തഭ്രമമുള്ളവർ ചിലപ്പോൾ സംസാരിക്കുന്നത് താൻ മാനസിക രോഗിയാണെന്ന് മറ്റുള്ളവരെ ധരിപ്പിക്കാനാണ്. അത് ഭ്രാന്തിൻ്റെ സത്യസന്ധതയാണ്. ഭ്രാന്ത് യുക്തിക്ക് വിധേയമല്ലാത്ത വഴിവിട്ട തമാശകൾ പറയും. നാം അതിനെ കിറുക്കെന്ന് വിളിക്കും. ഭ്രാന്തിന് പല പല രീതികളാണുള്ളത്. ഒരു കഥയിൽ നായന്മാരെയും ക്രിസ്ത്യാനികളെയും തെറി പറഞ്ഞുകൊണ്ട് ബഷീറിൻ്റെ കഥാപാത്രം വീടിൻ്റെ തിണ്ണയിലിരുന്ന് കപ്പ തിന്നുന്നുണ്ട്. ഇതുപോലെയാണ് നമ്മുടെ മരം വെട്ടുകാരൻ്റെ ചാനലിൽ ചിത്തഭ്രമം ബാധിച്ച ചിലരുടെ അവസ്ഥ. കപ്പ തിന്നുന്നതിന് പകരം അവർ പ്രതിപക്ഷത്തിരിക്കുന്ന UDFനെയാണ് ചീത്ത വിളിക്കുന്നത്. എന്നിട്ട് വരാൻ പോകുന്ന പിണറായി സർക്കാരിനെ പറ്റി വാചാലരാകുന്നു. ഇന്നലത്തെ എക്സിറ്റ് പോൾ വന്നതിന് ശേഷം തലയുടെ പിരിവെട്ടിയ അവസ്ഥയിലാണ് ഇവിടുത്തെ മഹാശിരസ്കനും ഉണ്ണാക്കൻ മുതലാളിയും. രണ്ടുപേരുടെയും മുഖം വല്ലാതെ വലിഞ്ഞു മുറുകി. കവിളുകളിൽ ഒരു കരിവാളിപ്പ് കാണുന്നുണ്ട്. പഴയ സന്തോഷമില്ല. പിരിമുറുക്കത്തിന്റെ ഉച്ചസ്ഥായിയിൽ അവർ എന്തൊക്കെയോ പുലമ്പുന്നുണ്ട്. എക്സിറ്റ് പോൾ ചതിക്കുമോ എന്ന ഭയത്താൽ അരുൺകുമാർ റിയാസ് മരുമോനെ വിളിക്കുന്നു. മരുമോൻ പറയുന്നത് എന്നെ എക്സിറ്റ് പോളുകാർ പണ്ട് തോൽപ്പിച്ചതാണെന്നും നമ്മൾ തീർച്ചയായും വീണ്ടും വരുമെന്നുമാണ്. പിണറായി വിജയനും മരുമോനും പറയുന്നതിൻ്റെ ഉറപ്പിലാണ് ഇന്നലെ അരുൺകുമാർ ഒന്ന് കണ്ണടച്ചത്. യാഥാർത്ഥ്യങ്ങളിൽ നിന്നും രക്ഷപ്പെട്ട് ബുദ്ധിഭ്രമ ഭാവനകളിൽ അലയാനുള്ള ഒരു ത്വരയിലാണ് ഈ നാട്ടിലെ സകല അന്തങ്ങളും അടിമകളും കമ്മിവർഗവും. യാഥാർത്ഥ്യങ്ങളിൽ നിന്നും രക്ഷപ്പെട്ട് ബുദ്ധിഭ്രമ ഭാവനകളിൽ അലയാനുള്ള ഒരു ത്വരയിലാണ് ഈ നാട്ടിലെ സകല അന്തങ്ങളും അടിമകളും കമ്മികളും. യാഥാർത്ഥ്യത്തിൽ നിന്നും സ്വന്തം ചിന്തകളെ മാറ്റിപ്പാർപ്പിക്കാനുള്ള കഠിനമായ പ്രയത്നത്തിലാണ് അവർ. ബുദ്ധിഭ്രമം ബാധിച്ചയാൾ തനിക്ക് രോഗമില്ലെന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പോലെയാണ് കഴിഞ്ഞ 2 ദിവസമായി കമ്മികളുടെ പ്രൊഫൈലുകൾ പറയുന്നത്. 4-ന് കേരളം ചുവന്നു തൊടുക്കുമെന്നും ആ പ്രകാശധാരയിലൂടെ പിണറായി വിജയൻ പമ്മി പിന്നെയും കയറി വരുമെന്നും അവർ മനസ്സിനെ പറഞ്ഞ് വിശ്വസിപ്പിക്കുകയാണ്. എതിരു പറയുന്നവരെ എല്ലാം അവർ തെറി വിളിച്ച് കൊല്ലുകയാണ്, ഭീഷണിപ്പെടുത്തുകയാണ്. അവരുടെ വികാരം പോകട്ടെ എന്ന് വയ്ക്കാം. പക്ഷേ എന്തിനാണ് പിണറായി ദാസന്മാരെ പോലെ ചില ചാനലുകൾ ഇങ്ങനെ ഇളകിത്തുള്ളുന്നത്? ഭരണം മാറിയാൽ തങ്ങളെ മൂടോടെ പൊക്കുമെന്ന ഒരു ഭയം മരമുറി കള്ളന്മാരായ അഗസ്റ്റിൻ സഹോദരന്മാർക്കുണ്ട്. തെരഞ്ഞെടുപ്പ് കാലത്ത് UDFൻ്റെ കൺവീനർ അടൂർ പ്രകാശ് അങ്ങനെ ഒരു സൂചന നൽകിയിരുന്നു. അദ്ദേഹത്തിനെതിരെ ഒരു കള്ളവാർത്ത മുഴക്കിയതിൻ്റെ പ്രതികാരമായിരുന്നു ആ പറച്ചിൽ. കഴിഞ്ഞ ദിവസം ചർച്ചയ്ക്ക് വന്ന സന്ദീപ് വാര്യരെ അല്പം ഇളക്കം കൂടുതലുള്ള അവതാരിക മാധു ചൊറിയാൻ ചെന്നു. എവിടെ കോൺഗ്രസിൻ്റെ വീട് എന്നായിരുന്നു ചോദ്യം. റിപ്പോർട്ടർ ചാനൽ വയനാട്ടിൽ പണിത 150 ഏക്കറിലെ ടൗൺഷിപ്പ് എവിടെ ഒന്ന് കാണിച്ചു തരാമോ എന്ന് സന്ദീപ് ചോദിച്ചു. അതോടെ മാധു ബബ്ബ അടിച്ചു തുടങ്ങി. നിങ്ങൾ മെസ്സിയെ കൊണ്ടുവന്നോ? സ്റ്റേഡിയം മുഴുവൻ പണിതു കൊടുത്തോ? ഇങ്ങനെ കുറേ ചോദ്യങ്ങൾ വന്നതോടെ അവതാരക ചൂളി. പിണറായി വിജയൻ കേരളയിൽ വരും കേട്ടോ എന്ന് തൃക്കാക്കര നിന്ന് പറഞ്ഞപ്പോൾ അന്തങ്ങളെല്ലാം വെറുതെ സ്വപ്നം കണ്ടു. ഞാൻ മെസ്സിയെ കൊണ്ടുവരും കേട്ടോ എന്ന് മരമുറിക്കാരൻ പറഞ്ഞപ്പോൾ അവിടുത്തെ ജോലിക്കാരും രോമാഞ്ചം കൊണ്ടു. ഹോ, ഞങ്ങളുടെ മുതലാളി ആരാ മുതൽ. ഈ മഹാന്മാർ മെസ്സിയെ കൊണ്ടുവരാൻ പോയ പോക്കോർത്താൽ ചിരി വരും. കണ്ടവനെ കളിപ്പിച്ചതും കട്ടുമുടിച്ച് മരം വെട്ടി ഉണ്ടാക്കിയതുമായ കാശിന് കള്ളച്ചാനൽ തുടങ്ങിയിട്ട് ഇവന്മാർ സകലരെയും മര്യാദ പഠിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. കിറ്റക് സാബു കേസുമായി മുന്നോട്ട് പോയതോടെ ഇവന്മാർക്ക് ലൈസൻസ് പോലുമില്ല എന്ന സത്യം പുറത്തു വന്നു. സകല ചാനലുകൾക്കുമെതിരെ കൊണ്ടുപോയി ബാംഗ്ലൂർ കോടതിയിൽ ഇവർ കേസ് കൊടുത്തു. ഏഷ്യാനെറ്റ് തിരിച്ചൊരു കേസ് കൊടുത്തതോടെ ബാംഗ്ലൂരിൽ നിന്നും കണ്ടം വഴി ഓടി കൊച്ചിയിലെത്തി. നമ്മുടെ കൈരളി ചാനൽ ആരും കാണുന്നില്ല എന്നാണ് ഗോവിന്ദൻ്റെ പരാതി. കമ്മികളിപ്പോൾ മരക്കള്ളൻ്റെ ചാനലിൻ്റെ ചുവടെ അടിഞ്ഞുകൂടിയിരിക്കുകയാണ്. അവിടെ കേൾക്കുന്നതും പറയുന്നതുമാണ് അവർക്ക് വേദവാക്യം. എതിര് പറയുന്ന സ്മൃതി പരുത്തിക്കാടനെ പറയാത്ത തെറികളില്ല. പിണറായി വിജയനെ 3-ാം തവണയും എഴുന്നള്ളിച്ചു കൊണ്ടുവരാൻ ചില്ലറ പാടല്ല ഇവന്മാർ പെട്ടുകൊണ്ടിരിക്കുന്നത്. CPMൻ്റെ കയ്യിൽ നിന്നും കോടികൾ കപ്പം വാങ്ങിയ ഇടതു ചാനലുകൾ എല്ലാം കൂടി പ്രീ പോൾ സർവേ നടത്തി 100-ൽ 97 മാർക്ക് വീതമാണ് ഇടത് MLA മാർക്ക് നൽകിയത്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ അവരെല്ലാം എക്സിറ്റ് പോൾ ഫലം നൽകി LDFനെ കുളിപ്പിച്ചു കിടത്തുകയും ചെയ്തു. ലക്ഷങ്ങൾ കിട്ടിയാൽ കമിഴ്ന്നടിച്ചു വീഴുന്ന ഒരു വാർത്താ ചാനലിനെയും വിശ്വസിക്കാൻ കൊള്ളില്ലെന്ന് ജനങ്ങൾക്ക് ബോധ്യമായി. എക്സിറ്റ് പോൾ ഫലം വന്നപ്പോൾ തന്നെ മുഖം വീർപ്പിച്ചു കെട്ടി കരുവാളിച്ച് വാടിപ്പോയ ആൻ്റപ്പനും അരുണും 4-ാം തീയതി എമ്മാതിരി കരച്ചിലായിരിക്കും. അന്ന് ഉളിപ്പില്ലാത്ത ഇവന്മാർ UDFൻ്റെ വരവ് ഉച്ചത്തിൽ വിളിച്ചു പറയും. തുടക്കത്തിലെങ്ങാനും LDFന് നേരിയ ലീഡ് കിട്ടിയാൽ നിലത്ത് നിൽക്കില്ല അരുൺകുമാർ.
ഇത്തരത്തിൽ രാഷ്ട്രീയ പക്ഷപാതം കാണിക്കുന്ന ചാനലുകളെ അന്തങ്ങളല്ലാതെ ആരും വിശ്വസിക്കില്ല. വി.ഡി. സതീശനെതിരെ ഒരു ദിവസം 10-20 കാർഡുകളാണ് ഇവർ ഇറക്കിക്കൊണ്ടിരുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെ വെച്ച് ചില്ലറ ഗർഭകഥകളല്ല മെനഞ്ഞത്. ഇപ്പോൾ പക്ഷിക്കുഞ്ഞിനെ പോലെ കരയുന്ന അതിജീവിതകളെ ആരെയും കാണാനുമില്ല. അരുൺ പറഞ്ഞ പ്രകാരമായിരുന്നെങ്കിൽ കെ സുധാകരൻ 15 MLA-മാരെ കൂട്ടി ഇപ്പോൾ പുതിയ പാർട്ടി ഉണ്ടാക്കിയിട്ടുണ്ടാകണം. കെ സുധാകരൻ്റെ രാജിവെച്ച് 10 മിനിറ്റ് ഈ ചാനൽ ശരിക്കും അർമാദിച്ചു. പെട്ടെന്നൊരു കാറിനുള്ളിൽ പ്രത്യക്ഷപ്പെട്ട സുധാകരൻ പറഞ്ഞു, കോൺഗ്രസ് അല്ലാതെ എനിക്ക് വേറെ ആരാണുള്ളതെന്ന്. യുദ്ധസമയമാണെങ്കിൽ രാവിലെ കാപ്പിക്കപ്പുമായി ഉലാത്തുന്ന അരുൺകുമാർ ഇന്ത്യയിലെ എല്ലാ വിമാനത്താവളങ്ങളും അടച്ചുപൂട്ടിക്കും. ചെന്നിത്തലയെ മുഖ്യമന്ത്രിയാക്കാനാണ് അടുത്ത ശ്രമം. ഈ ഒരു ചാനൽ മലയാളികളുടെ കാഴ്ചകളെ കൊഞ്ഞനം കുത്തി. മര്യാദയില്ലാത്ത അവതാരകർ അലമ്പും കഞ്ഞിയുമായി. കാട്ടുകൊള്ളക്കാരൻ മാധ്യമപ്രവർത്തകർക്കൊപ്പം കയറിയിരുന്ന അവലോകനം തുടങ്ങി. സർക്കാരിൻ്റെ കോടികൾ പലതരത്തിൽ കൈക്കലാക്കി. പല ബിസിനസ്സുകളിലൂടെ ആളെ പറ്റിച്ചു. മലയാളി യുവാക്കളുടെ കായിക സ്വപ്നങ്ങളെ വിലക്കെടുത്ത് നെറികേടുകൾ കാട്ടി. 135 കോടി മെസ്സിക്ക് കൊടുത്തതായി കള്ളം പറഞ്ഞു. കള്ളവാർത്തകൾ മാത്രം നൽകി ചാനൽ സംസ്കാരത്തെ ഇവർ അട്ടിമറിച്ചു. ദുരന്തഭൂമിയായ വയനാട്ടിൽ ചെന്ന് 150 ഏക്കർ ടൗൺഷിപ്പ് വാഗ്ദാനം ചെയ്തു. ഇത്രയേറെ മലയാളികളെ പല വിധത്തിൽ കബളിപ്പിച്ച് റേറ്റിംഗ് ഉണ്ടാക്കിയ ഒരു ചാനൽ വേറെ ഏതുണ്ട്? അല്പമെങ്കിലും സത്യസന്ധത ജീവിതത്തിൽ പുലർത്തിയവരാണോ ഈ ഉഡായിപ്പ് സഹോദരന്മാർ? തങ്ങളെ കാട്ടുകള്ളന്മാർ എന്ന് വിളിച്ചവന് ലക്ഷങ്ങൾ നൽകി ജീവനക്കാരനാക്കി. അവനെക്കൊണ്ട് സാറേ സാറേ എന്ന് വിളിപ്പിച്ച ഭയങ്കരന്മാർ. മുട്ടിൽ മരമുറി കേസുമായി വരുന്ന സർക്കാർ മുന്നോട്ട് പോയാൽ തീർന്നു ഇവന്മാരുടെ ഹുങ്കും മാധ്യമപ്രവർത്തനവും. അപ്പോഴേക്കും ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവിനെ ഒതുക്കത്തിൽ കണ്ട് ഇവന്മാർ കാര്യങ്ങൾ ഒതുക്കിക്കളയും. അതാണല്ലോ കോൺഗ്രസിൻ്റെ ഒരു പാരമ്പര്യം. പിണറായി സർക്കാർ നടത്തിയ ഏതെങ്കിലും ഒരു അഴിമതി ഇനി വരുന്ന UDF സർക്കാർ പുറത്തു കൊണ്ടുവരുമെന്ന് നമുക്ക് വിശ്വസിക്കാനേ പറ്റില്ല.